ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ADR എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് അതിൻ്റെ കുറച്ച് ബാക്കി കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത്. എന്താണ് ADR, അതിൻ്റെ അകത്ത് വരുന്ന ബാക്കി മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഇതാണ് ADR എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അല്ലാതെ ADRൻ്റെ മീനിങ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള മെത്തേഡാണ്. എന്തിന്? നമ്മുടെ നോർമൽ ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ADR നമ്മൾ പലപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് കോർട്ട് സിസ്റ്റമായിട്ടല്ല കണക്കാക്കുന്നത്. പകരം എന്താണ്, ഈ കോടതി, അതായത് കോടതിക്ക് പകരം ഉള്ളൊരു സിസ്റ്റമായിട്ടല്ല, ഓൾട്ടർനേറ്റീവായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. പകരം എങ്ങനെയാണ്, കോടതിയെ അതിന് സപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ ടു സപ്ലൻറ്റ്. അപ്പം സപ്ലിമെൻറ്റ് ചെയ്യുക മീൻസ് ആ കോർട്ടിന് അഡീഷണലായിട്ട് വരുന്നത്. സപ്ലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്ത് വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ADRനെ കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ADR എന്താണെന്ന് പറഞ്ഞതാണ്. ഇനി ഈ ADRൻ്റെ അകത്ത് തന്നെ 5 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് പറയുന്നത് സെക്ഷൻ 89 ഓഫ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, അതായത് CPCയുടെ സെക്ഷൻ 89 പറയുന്നത് ADRന് 5 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടെന്നുള്ള കാര്യം. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ, ജുഡീഷ്യൽ സെറ്റിൽമെൻറ്റ് ആൻഡ് ലോക് അദാലത്ത്. ഇങ്ങനെ 5 മെത്തേഡ്സാണ് ADRന് വരുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം, ആർബിട്രേഷൻ എന്നുള്ളത്. അപ്പോൾ ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം മെയിനായിട്ടും ഈ ADRൽ നമ്മൾ 3 മേജർ ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേതാണ് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996. രണ്ടാമത്തേതാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. മൂന്നാമത് വരുന്നതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ സെക്ഷൻ 89 ഓഫ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മേജർ ലോസ് ആണ് നമ്മൾ ADRൽ അപ്ലൈ ചെയ്യുന്നത്. ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996, ദ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987 ആൻഡ് സെക്ഷൻ 89 ഓഫ് CPC. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന കോടതി, ഒരു കോർട്ട് സെക്ഷൻ 89 ഓഫ് CPC പെർസ്യൂ ചെയ്യുന്ന സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രൊസീജിയറാണ് ഫയലിംഗ് ഓഫ് സ്യൂട്ട് ബിഫോർ ദ കോർട്ട്. കോടതിയുടെ മുന്നിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നുള്ള കാര്യം. രണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിയുമ്പം എന്താണ് നടക്കാൻ പോകുന്നത്, ആ ആൾക്കാരെ വിളിച്ചു വരുത്തും, അവർ അപ്പിയർ ചെയ്യണം, പാർട്ടീസ് വരണം, പിന്നെ ആ പാർട്ടീസിൻ്റെ 2 ഭാഗവും കേൾക്കും, ഹിയറിങ്ങും നടക്കും, പ്രിലിമിനറി ഹിയറിങ്ങും അവിടെ നടക്കും. ഇനി മൂന്നാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് കോടതിക്ക് തോന്നുകയാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് ഏതെങ്കിലും ഒരു ADR മെക്കാനിസം വഴി സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പാർട്ടീസിന് ഒരു ഓപ്ഷൻ കൊടുക്കും, ഇതിൽ ഏത് മെക്കാനിസം വേണമെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ വല്ല ആർബിട്രേഷൻ ഉണ്ട്, കൺസീലിയേഷൻ ഉണ്ട്, മീഡിയേഷൻ ഉണ്ട്, ഇങ്ങനെ പല മെത്തേഡ്സ് മെക്കാനിസംസ് വരുന്നുണ്ട് ADRൽ. അപ്പോൾ അങ്ങനെ ദ പാർട്ടീസ് വിൽ ബി ഗിവൺ ഓപ്ഷൻ ടു ചൂസ് എനി ഓഫ് സച്ച് മെക്കാനിസംസ്. ഇനി അങ്ങനെ അവരൊരു മെക്കാനിസം എടുത്ത് ഈ ഡിസ്പ്യൂട്ട് അവിടെ പോയി അവിടെ സെറ്റിൽമെൻറ്റ് നടന്നെന്ന് വെക്കുക. അങ്ങനെ സെറ്റിൽമെൻറ്റ് നടന്നു കഴിയുമ്പം അത് എൻഫോഴ്സിബിൾ ആണോ അല്ലെങ്കിൽ എക്സിക്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കിട്ടുന്ന ഡിഗ്രി എക്സിക്യൂട്ടബിൾ ഡിഗ്രിയാണ്. നമുക്കൊരു ഡിഗ്രി കിട്ടിയാൽ പോരല്ലോ, ആ കിട്ടിയ ഡിഗ്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പം ഇവിടെ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂട്ടബിൾ ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ അകത്ത് പറയുന്നത്. ADR എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ആർബിട്രേഷൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 3 ലോസ് ഏതൊക്കെയാണ് വരുന്നത്, പിന്നെ ആ കോർട്ട് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.